Usain Bolt. ഈ വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന് കയ്യും കാലൊക്കെ ഭയങ്കര നീട്ടമുള്ള ആളാണ്. പല ആളുകളും പറയാ ഈ കയ്യും കാലം നീട്ടമുള്ള ആൾക്ക് പെട്ടെന്ന് കുറെ സ്പേസ് കവർ ചെയ്യാൻ പറ്റും ഓട്ടത്തിൽ. പക്ഷെ ഈ മൂപ്പർക്ക് എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ സ്കോളിയോസിസ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. അത് നട്ടലിനോട് അനുബന്ധിച്ചുള്ള പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ആൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു ഇതായിരിക്കും, എനിക്ക് ഈ പ്രശ്നമുണ്ട്, എനിക്കത് ഓർമ്മ കിട്ടില്ല, അതുകൊണ്ട് എനിക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒന്ന് ആലോചിക്കുക, ഫിസിക്കൽ സ്ട്രക്ചറിൽ പ്രശ്നം വന്ന ഒരാളാണ്, ആൾക്കപ്പോൾ എത്രത്തോളം പ്രശ്നം ഉണ്ടാവും, ആൾ എങ്ങനെ അത് ചേഞ്ച് ചെയ്യും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ് അല്ലേ? പക്ഷെ ഈ മൂപ്പര് ചെയ്ത പണിയെന്ന് വെച്ചാൽ പ്രോപ്പർ ട്രെയിനിങ് ആയിരുന്നു. ആ ഒരു ട്രെയിനിങ്ങിലൂടെ അദ്ദേഹം ആ ഫിസിക്കൽ ചലഞ്ച് മാറ്റിയെടുക്കും. ഫിസിക്കൽ പ്രശ്നം നമ്മൾ പറയാം, മെന്റലി എനിക്കത്ര ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ അത്ര എഫർട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയാം. പക്ഷെ ഒരാളുടെ ഫിസിക്കൽ സ്ട്രക്ചർ പാടെ മാറ്റിയിട്ട് നേരെ അതിൽ ഏറ്റവും ബെസ്റ്റിലോട്ടാണ് പോണത്. അതാണ് 9 സെക്കൻഡ് കൊണ്ടിട്ട് വേൾഡ് റെക്കോർഡ് നേടിയത്. 100 മീറ്റർ ഓടി തീർക്കുക 9 സെക്കൻഡ് കൊണ്ട്. ഒരു ഹ്യൂമൻ ബീങ്ങിന് പറ്റാത്തൊരു കാര്യം മൂപ്പര് ചെയ്തേക്കാണ്, ഈ ഒരു ഫിസിക്കൽ ചലഞ്ച് ഉണ്ടായിട്ട് പോലും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലെവല് ബെസ്റ്റ് ലെവലോട്ട് കൊണ്ടുവരാം.